പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും മലയാളം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന, പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം എന്നുള്ളത്. കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറക്കുക എന്നുള്ളതും മരുന്ന് നിർത്താൻ സാധിക്കുക എന്നുള്ളതും ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രമേഹം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഉലുവ എന്നുള്ളത്. ഈ ഉലുവ കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഉലുവയിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് വിറ്റമിൻസ്, കാൽസ്യം, അയേൺ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ, പോഷക ഗുണങ്ങളുള്ള, പോഷക ഘടകങ്ങളുള്ള ഒരു വസ്തുവാണ് ഉലുവ എന്നുള്ളത്. ഒരു പ്രമേഹ രോഗി ഉലുവ കഴിക്കുന്നതിലൂടെ അവർ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷനെ അത് കുറക്കുന്നുണ്ട്, അബ്സോർപ്ഷൻ അത് സ്ലോ ആക്കുന്നുണ്ട്. അതുമൂലം അവർക്ക് ഷുഗർ കൺട്രോൾ ആവാൻ സാധിക്കുന്നു. അതുമാത്രമല്ല ഈ ഉലുവയിലുള്ള ചില ആൽക്കലോയിഡുകളുടെ ഫലമായിട്ട് നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ അത് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിൻ്റെ സെക്രീഷനെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇത് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു പ്രമേഹ രോഗി ഉലുവ കഴിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പഠനങ്ങളിൽ നിന്നും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു പ്രമേഹ രോഗി എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഏറ്റവും നല്ലത് രാത്രി ഒരു 15 മുതൽ 20 ഗ്രാം ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ ആ വെള്ളം കുടിക്കുക. ഈ ഉലുവയും ചേർത്ത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരു മാസം തുടർന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്ലൂക്കോസ് ലെവല് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറക്കാൻ വേണ്ടി സാധിക്കും. ഒരു പക്ഷേ മരുന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയും സാധിച്ചേക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഡോസ് കുറക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മരുന്ന് നിർത്തുകയാണെങ്കിലും ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഉലുവക്ക് ഈ ഒരു ഗുണം മാത്രമല്ല, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഉലുവ എന്നുള്ളത്. നമ്മുടെ കൊളസ്ട്രോളിനെ, ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാൻ വേണ്ടിയിട്ടും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക്, പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ഉലുവ വളരെ നല്ലതാണ്. ഹൃദ്രോഗികൾക്ക് ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്കും ചർമ്മത്തിനുമൊക്കെ വളരെ നല്ല ഒരു ഔഷധമാണ് ഉലുവ എന്നുള്ളത്. മാത്രമല്ല ക്യാൻസർ എന്ന മഹാരോഗത്തെ തടഞ്ഞു നിർത്താൻ വരെ ഈ ഉലുവക്ക് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉലുവ ഉൾപ്പെടുത്തുക, ഉലുവയുടെ ഇല ഉൾപ്പെടുത്തുക, ഉലുവ കഞ്ഞി ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിക്കുന്നത് വളരെ നന്നാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.